ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രീമിംഗ് ഇൻസ്റ്റെബിലിറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ടു സ്ട്രീം ഇൻസ്റ്റെബിലിറ്റി. ടു സ്ട്രീം ഇൻസ്റ്റെബിലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു യൂണിഫോം പ്ലാസ്മ റീജിയനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ അയൺസ് എന്ന് പറഞ്ഞത് റെസ്റ്റിലാണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ V = 0 ആയിരിക്കും അയണിൻ്റെ കേസിൽ. ഇലക്ട്രോൺ വിൽ ബി മൂവ് വിത്ത് ദ വെലോസിറ്റി V0. V0 ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു കോൾഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്, കോൾഡ് ടെമ്പറേച്ചർ. സോ KT is equal to KTI, that will be equal to 0, and there is no magnetic field. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ, നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ആദ്യം ഇതാണ്. ദാറ്റ് ഇസ് മാസ് ഇൻറ്റു എൻ ഇൻറ്റു ഡോ വി ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് വി ഡോട്ട് ഡെൽ ഇൻറ്റു വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യു എൻ ഇ പ്ലസ് വി ക്രോസ് ബി മൈനസ് ഗ്രാഡ് പി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അയണിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനാണ് എഴുതുന്നത്. സോ ക്യാപിറ്റൽ എം N0 മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ N0 ആക്കി എടുക്കുകയാണ്. ദെൻ ഡോ VI1 ഡിവൈഡഡ് ബൈ ഡോ ടി, കാരണം വെലോസിറ്റി റെസ്റ്റ്, മാസ് ഇനീഷ്യലി എന്താണ് റെസ്റ്റാണ്. അപ്പോൾ പെട്ടാപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ടേം എന്ത് ചെയ്യുള്ളൂ, അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പ്ലസ് ഇവിടെ വി ഡോട്ട് ഡെൽ വി എന്നുള്ള ടേംസ്, അതിൽ V0 0 ആയിട്ട് പോകും. ഇവിടെ VI1 ഡെൽ ഇൻറ്റു VI1 എന്നുള്ള ടേം ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് എൻ പ്ലസ് ഇ N0 ഇ പ്ലസ് 0 മൈനസ് 0. ഗ്രാഡ് ഇവിടെ 0 വരാൻ കാരണം മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഇവിടെ 0 വരാൻ കാരണം ടെമ്പറേച്ചർ എന്ന് പറയുന്നതും 0 ആണ്. ഇത് രണ്ടും പെട്ടാപ്പറേഷൻ ടേമാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ റിലേഷൻ ബിക്കം M ഇൻറ്റു N0 ഡോ VI1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഇ N0 ഇ. E1 എന്ന് കൊടുക്കാം പെട്ടാപ്പറേഷൻ ആയിട്ടുള്ള ടേംസ്, കാരണം E0 എന്ന് പറഞ്ഞതും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 0 ആക്കി എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് സ്മോൾ m N0 ഡോ VE1 ഡിവൈഡഡ് ബൈ ഡോ ടി, കാരണം V0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആവും. V0 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, 0 അല്ല. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോയി. ഇവിടെ V0 എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഓക്കെ, രണ്ടും ചേഞ്ച് ഉണ്ട്, രണ്ടും 0 ആയിട്ടാണ് പോകുന്നത്. രണ്ടും ഒരേപോലെയാണ് വരുന്നത്, പക്ഷെ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്ത് പോകുന്നത്. ദെൻ ഇവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, V0E പ്ലസ് V1E ഇൻറ്റു ഡെൽ V0E പ്ലസ് V1E എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ N0 E1 പ്ലസ് 0 മൈനസ് 0 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു M N0 ഡോ VE1 ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് ഇവിടെ ആദ്യത്തെ ടേം V0 ഇൻറ്റു ഡെൽ V0 ഡെൽ ഡോട്ട് ഡെൽ V0E. V0E എന്ന് പറയുന്നത് V0 കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ടേം 0 ആയിട്ട് പോയി. V0E ഡെൽ V1E എന്നുള്ള ടേം വരുന്നുണ്ട്. ദെൻ പ്ലസ് V1E ഡെൽ V0E. ഇപ്പോൾ V0E കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ ടേം 0 ആയിട്ട് പോയി. V1E ഡെൽ V1E രണ്ടും പെട്ടാപ്പറേഷൻ ടേമാണ്, അതും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ N0 E1 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ച് വരുത്താമാണ് ബൈ യൂസിങ് ഡോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് I ഒമേഗ ആൻഡ് ഡെൽ ഈസ് ഈക്വൽ ടു IK. ഈ രണ്ട് ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ആദ്യം അയണിൻ്റെ കേസിലുള്ള ഇക്വേഷൻ എഴുതാം. ഡോ ബൈ ഡോ ടി ആണ്, ദാറ്റ് ഈസ് മൈനസ് I ഒമേഗ M N0 V1I ഈസ് ഈക്വൽ ടു N0E ഇൻറ്റു E1 എന്ന് എഴുതാം. From this
vi1 is equal to n0യും n0യും ക്യാൻസൽ ചെയ്ത് പോയി മൈനസ് ഡിനോമിനേറ്ററിലായിരിക്കും ഐ വരാം, അത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് മാറ്റാണ്. അപ്പോൾ ഐ ഇ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ഒമേഗ E1 ഓക്കെ എന്ന് എഴുതാം. ഇനി അതുപോലെ ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ അയൺസ് യൂസിങ് പെർട്ടർബേഷൻ വെലോസിറ്റി ഓഫ് അയൺസ്. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഇതുപോലെ മാറ്റി എഴുതണം. ഓക്കെ, ഈ ടൈമിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതണം. സോ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എം n0 ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, രണ്ട് ക്യാൻസൽ ചെയ്ത് പോകാം. മൈനസ് ഐ ഒമേഗ VE1 പ്ലസ് ഐ കെ VE1 is equal to minus E1. Okay, from this VE1 is equal to രണ്ടിലും VE1 ഉണ്ട്, രണ്ടും കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ VE1 is equal to നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഐ ഇ ഡിവൈഡഡ് ബൈ എം E1 ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് കെ V0 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അയൻ്റെയും ഇലക്ട്രോണിൻ്റെയും പെർട്ടർബേഷൻ വെലോസിറ്റി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് I1ഉം E1ഉം ഏതും ആയിക്കോട്ടെ, ഇലക്ട്രോണിൻ്റെ ആയാലും അതുപോലെ അയൻ്റെ കേസിലാണെങ്കിലും വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് E1ന് പാരലൽ ആയിരിക്കും. വെലോസിറ്റി എന്ന് പറയുന്നത് E1ന് പാരലൽ ആയിരിക്കും. ഇഫ് നമ്മൾ E1 എന്ന് പറഞ്ഞാൽ നമ്മൾ S ഡയറക്ഷനിൽ നമ്മൾ അസ്യൂം ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും, എസ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇനി വെലോസിറ്റി ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ കിട്ടി. രണ്ടാമത്തെ ടൈം വെലോസിറ്റി നമുക്ക് കിട്ടി. ഇനി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ച് നമ്മൾ ചെയ്യാണ്. ആദ്യം നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഡോ എൻ ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് ഡെൽ ഡോട്ട് എൻ ഇൻറ്റു വി ഇസ് ഈക്വൽ ടു 0 എന്നതാണ് റിസൾട്ട്. അപ്പോൾ നമ്മൾ ആദ്യം അയൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഇതാണ്. ദറ്റ് ഈസ് ഡോ എൻ I1 ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് ഡെൽ ഡോട്ട് എൻ. ഓക്കെ, ഇവിടെ രണ്ട് ടേംസ് ആയിട്ട് എഴുതാം. 0i പ്ലസ് n1i രണ്ട് ടേംസ് ആയിട്ട് എഴുതാം. ഇവിടെ അതുപോലെ n0 പ്ലസ് n1i ഇൻറ്റു V0 പ്ലസ് V0i V1i ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു n0 എന്ന് പറഞ്ഞത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ n1i ഡിവൈഡ് ബൈ ഡോട്ട് ടി എന്ന് വരും പ്ലസ് ഇവിടെ n0 V0 എന്ന് പറഞ്ഞത് 0 ആണ്. അപ്പോൾ ആ ടൈം നമുക്കിവിടെ ഇല്ല. n0 V1 അതിന് നമുക്ക് എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ n0 പുറത്ത് വരുന്ന ടേംസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്കിവിടെ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് കാണുമ്പോൾ അത് 0 ആയിട്ട് മാറി. അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം, രണ്ട് സ്റ്റെപ്പായിട്ട് എഴുതാം. V1i ഇൻറ്റു ഡെൽ ഡോട്ട് n0 പ്ലസ് രണ്ടും പെർട്ടർബേഷൻ ടേമാണ്, ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കാം n0 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഡോ n1i ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് n0 ഡെൽ ഡോട്ട് Vi1 ഇസ് ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ ഡോ ബൈ ഡോട്ട് ടിക്ക് പകരം മൈനസ് ഐ ഒമേഗ n1i പ്ലസ് ഡെൽറ്റയ്ക്ക് പകരം ik n0 Vi1 is equal to 0 എന്ന് കൊടുക്കുകയാണ്. ഫ്രം ദിസ് n1i is equal to k n0 ഡിവൈഡഡ് ബൈ ഒമേഗ Vi1 എന്ന് കൊടുക്കാം. വേർ Vi1 is equal to നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, ദാറ്റ് ഈസ് k n0 ഡിവൈഡ് ബൈ ഒമേഗ Vi1 is equal to എന്തായിരുന്നു, ഐ ഇ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ഒമേഗ E1. So that is equal to I E n0 k divided by capital M omega square E1 എന്ന് കിട്ടും. That is the
ni1 e1. Okay, this is the relation for the perturbation density. ഇനി നമുക്ക് ഇലക്ട്രോണിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് നമുക്ക് എഴുതേണ്ടത്. ഇലക്ട്രോണിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഡോ ഡിവൈഡഡ് ബൈ ഡോട്ട് ടി ഓഫ് n0 പ്ലസ് n1 e പ്ലസ് ഡെൽ ഡോട്ട് n0 e പ്ലസ് n1 e is equal to 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡോ n1 e ഡിവൈഡഡ് ബൈ ഡോട്ട് ടി പ്ലസ് ഇവിടെ എങ്ങനെ എഴുതാം? സോറി, ഇവിടെ ഒരു ടേം കൂടി വരുന്നുണ്ട്. v0 e പ്ലസ് v0 e v1 e ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വെലോസിറ്റിയുടെ ടേംസും കൂടി വരുന്നുണ്ട്. v0 e പ്ലസ് vi e. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതിൽ v0 എന്ന് പറയുന്നത് 0 ആണ്. 0 അല്ല, കോൺസ്റ്റൻ്റ് ആണ്, 0 അല്ല. അപ്പോൾ നമ്മൾ ആദ്യം n0 v0 വെച്ച് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ എന്ത് വരും? v0യും n0 ഡെൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രണ്ട് ടേമിൻ്റെയും വാല്യൂ 0 ആയിട്ട് പോകും. ദെൻ അടുത്തത് v0 e ഇൻറ്റു ഡെൽ ഡോട്ട് n1 e എന്നുള്ള ടേംസ് വരുന്നുണ്ട്. അതുപോലെ n1 e ഇൻറ്റു n0 e ഇൻറ്റു ഡെൽ ഡോട്ട് v1 e എന്നുള്ള ടേം കൂടി വരും. പിന്നെ ഈ രണ്ട് ടേംസിൻ്റെയും സമ്മേഷൻ എന്നത് ക്യാൻസൽ ചെയ്ത് പോകും. കാരണം രണ്ടും പെർട്ടർബേഷൻ ടേം ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞത് ഡോ n1 e ഡിവൈഡ് ബൈ ഡോട്ട് ടി പ്ലസ് v0 ഡോട്ട് വേണ്ടിട്ടോ, ഇവിടെയാണ് ഡോട്ട് വരുന്നത്, ഇവിടെ ഇതുപോലെ ഡോട്ട് വരുന്നത്. ഓക്കെ, ഒന്നുകൂടി ആകെ കൊള്ളായി. ഡോ ഡിവൈഡ് ബൈ ഡോട്ട് ടി ഓഫ് n1 e ഈക്വൽ ടു പ്ലസ് v0 e ഇൻറ്റു ഡെൽ ഡോട്ട് n1 e പ്ലസ് n0 e ഡെൽ ഡോട്ട് v1 e ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഡോ ബൈ ഡോട്ടിക്ക് പകരം -ik എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പ്ലസ് ഡെൽറ്റയ്ക്ക് പകരം ഇതിന് പകരം -i ഒമേഗ, ഇതിന് പകരം -ik v0 e n1 e പ്ലസ് ik n0 e v1 e that is equal to 0. Okay, from this n1 e is equal to ഈ രണ്ട് ടേമിലുണ്ട്. അപ്പോൾ അത് രണ്ട് ടേമിലും പുറത്തേക്ക് എടുക്കണം. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും വേണം. അപ്പോൾ രണ്ടിലും മൂന്നിലും i വരുന്നുണ്ട്. അപ്പോൾ k n0 v1 e ഡിവൈഡഡ് ബൈ ഇവിടെ ഒമേഗ മൈനസ് കെ v0 എന്നുള്ള ടേംസ് വരും. v1 e നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? അതിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? -i e ഡിവൈഡഡ് ബൈ സ്മോൾ m e1 ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് കെ v0. സോ n1 e is equal to -i e k n0 divided by m into omega minus k v0 whole square into e1. This is the relation for the perturbation density for the electron particle. Okay. ദെൻ ഇനി നമ്മൾ പ്ലാസ്മ പോയിസൺ ഇക്വേഷൻ നമ്മൾ ചെയ്യാണ്. പോയിസൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ε0 ഡെൽ ഡോട്ട് E1 ഈക്വൽ ടു E ഇൻറ്റു n1i മൈനസ് n1e എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ n1iൻ്റെയും n1ഇൻ്റെയും വാല്യൂ നമുക്ക് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും?
മാത്രമല്ല ഡെല്ലിനെ നമ്മൾ ഐ കെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും വേണം. അപ്പോൾ ഐ കെ എപ്സിലോൺ 0 E1 സീക്വൽ ടു N1 ഐക്ക് പകരം എന്ത് കൊടുക്കാം? നമ്മൾ ഓൾറെഡി കണ്ടെത്തിയ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു I E N0 K ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M ഒമേഗ സ്ക്വയർ E1 ദെൻ മൈനസ് ഈ മൈനസ് കൂടുമ്പോൾ പ്ലസ് I E K N0 ഡിവൈഡഡ് ബൈ M ഇൻറ്റു ഒമേഗ മൈനസ് K V0 സ്ക്വയർ ഇൻറ്റു E1 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു N0 E ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷൻ എന്ന് പറഞ്ഞത് ഏത് രീതിയിലേക്ക് വരും? ഐ വേണമെങ്കിലും പുറത്തേക്ക് എടുക്കാം, കാരണം രണ്ടിലും ഐ വരുന്നുണ്ട്. അപ്പോൾ ഐ കെ എപ്സിലോൺ 0 E1 എന്നുള്ള ടൈം നമ്മൾ പുറത്തേക്കാണ്. N0 E സ്ക്വയർ ഐ പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇവിടെ എന്ത് വരും? ഐ പുറത്തേക്ക് എടുത്തു, ഇ പുറത്തേക്ക് എടുത്തു, N0 പുറത്തേക്ക് എടുത്തു, കെ പുറത്തേക്ക് എടുത്തിട്ടില്ല. കെ രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ കെയും കൂടി നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ദെൻ സ്മോൾ എം വരുന്നുണ്ട്, ക്യാപിറ്റൽ എം വരുന്നുണ്ട്. അപ്പോൾ 1 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ഞാൻ സ്മോൾ എമ്മിനും കൂടി ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്മോൾ എം ഇല്ല, അപ്പോൾ അതിന് പകരം ഞാൻ ഇവിടെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. E1 ഞാൻ ബ്രാക്കറ്റിൻ്റെ പുറത്ത് ഇതാണ്. ഇവിടെ അതുപോലെ ഐ പുറത്തേക്ക് എടുത്തു, ഇ പുറത്തേക്ക് എടുത്തു, കെയും N0 എല്ലാം പുറത്തേക്ക് എടുത്തു, എം പുറത്തേക്ക് എടുത്തു. 1 ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ V0 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ഇതുപോലെ വന്നു. ദെൻ ഐയും ക്യാൻസൽ ചെയ്തു, കെയും ക്യാൻസൽ ചെയ്തു, എപ്സിലോൺ 0 ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എപ്സിലോൺ 0 ഉണ്ട്. E1 ക്യാൻസൽ ചെയ്തു. എപ്സിലോൺ 0 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യുകയാണ്. അപ്പോൾ 1 ഈക്വൽ ടു N0 E സ്ക്വയർ ഡിവൈഡ് ബൈ M എപ്സിലോൺ 0 സ്മോൾ m ഡിവൈഡ് ബൈ ക്യാപിറ്റൽ M പ്ലസ് 1 ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ V0 ഹോൾ സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു പ്ലാസ്മ ഫ്രീക്വൻസി ഒമേഗ പി സ്ക്വയർ ഇൻറ്റു സ്മോൾ m ഡിവൈഡ് ബൈ ക്യാപിറ്റൽ M പ്ലസ് 1 ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ V0 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ ദ ടു സ്ട്രീം ഇൻസ്റ്റെബിലിറ്റി. ഓക്കെ, ഒരു ചേഞ്ച് ഉണ്ട്. നമ്മളൊരു സംഭവം കൊടുക്കാൻ മറന്നു. ദാറ്റ് ഈസ് ഈ ഒമേഗ സ്ക്വയർ ഇവിടെ എഴുതാൻ മറന്നു. അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കാൻ മറന്നു. അപ്പോൾ N0 E സ്ക്വയർ ഡിവൈഡ് ബൈ M എപ്സിലോൺ 0 ഒമേഗ സ്ക്വയർ. ആ ഒമേഗ 0 ഇവിടെ വരുന്നുണ്ട് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഒമേഗ സ്ക്വയർ ഇവിടെ വരും. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ വന്നു. ദാറ്റ് ഈസ് 1 ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് ദ അയൺ പ്ലസ് 1 ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ V0 ഹോൾ സ്ക്വയർ. ഇനി ഇത് നോക്കുക, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഓർഡർ എന്ന് പറയുന്നത് 4th ഓർഡർ വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. 4th ഓർഡർ വരുന്ന, അതായത് ഒമേഗ റെസ്റ്റ് 4 വരുന്നുണ്ട്. ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ മൊത്തം കൂട്ടുമ്പോൾ ഒമേഗ റെസ്റ്റ് 4, അതായത് 4 റൂട്ട് വരും. 4th റൂട്ട് 4 സൊല്യൂഷനാണ് ഇതിനുള്ള ഉണ്ടാവുക. 4 സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ഒമേഗയുടെ സൊല്യൂഷൻ നമ്മൾ എഴുതുന്നത് സാധാരണ ഒമേഗ ഈക്വൽ ടു ഒമേഗ റിയൽ പ്ലസ് ഐ ഒമേഗ ഐ. അതായത് റിയൽ വാല്യൂ ഉണ്ടാവും, അതുപോലെ ഇമാജിനറി വാല്യൂ ഉണ്ടാവും. നമ്മൾ ഇമാജിനറി വാല്യൂ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. അതായത് ഓസിലേഷൻ മോഡ് എന്ന് പറയുന്നത് ഗ്രോയിങ് വിത്ത് ടൈമിനനുസരിച്ച് ഗ്രോ ചെയ്യുന്ന ഒന്നാണ്. ഗ്രോയിങ് വിത്ത് ടൈം, അതായത് അൺസ്റ്റേബിൾ ആയിരിക്കും. ഒമേഗ ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഓസിലേഷൻ മോഡ് എന്ന് പറയുന്നത് ഡാംപ്ഡ് ആയിരിക്കും. ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നാണ് കിട്ടുന്നത്.
ഒമേഗ ഐ ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡ് വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ് ഇൻ ടൈം എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ ചെറിയൊരു റീഅറേഞ്ച് ചെയ്യാണ്. എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ പി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് എക്സിന് പകരം. അതുപോലെ വൈക്ക് പകരം കെ വി സീറോ ഡിവൈഡ് ബൈ ഒമേഗ പി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷനും ഞാൻ കൊടുക്കുകയാണ്. അതായത് രണ്ടിന് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ കൊടുത്തു. ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ 1 ഈക്വൽ ടു എന്നുള്ള റിലേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ദാറ്റ് ഈസ് ദിസ് വൺ, ഈ ഇക്വേഷൻ. അപ്പോൾ 1 ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ. ഇപ്പോൾ ഡിനോമിനേറ്ററിലായിരിക്കും വരിക. അപ്പോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു എസ് സ്ക്വയർ എന്ന് വരും. ഇത് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റുകയാണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ ഈ ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ നമുക്ക് അകത്തേക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എസ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. വൈ എന്ന് പറഞ്ഞാൽ കെ വി സീറോ ഡിവൈഡ് ബൈ ഒമേഗ പി എന്നതാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യും, മാറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ 1 ഈക്വൽ ടു ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ സ്മോൾ എം ഓക്കെ small m divided by capital M. Small m divided by capital M divided by s square plus 1 divided by x minus y whole square. ഇത് നമ്മളൊരു ഫംഗ്ഷൻ ആക്കിയതാണ്. ദാറ്റ് ഈസ് എസ് കോമ വൈ. ഇനി നമ്മളൊരു ഫിക്സഡ് വാല്യൂ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൈ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കർവ് വരക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ കർവ് വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടെ 2 സിംഗുലാരിറ്റി പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു 0-ലും ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു വൈയിലും ആയിരിക്കും സിംഗുലാരിറ്റി പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു ഫിക്സ്ഡ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഈ കർവ് നമ്മൾ വരക്കുകയാണെങ്കിൽ നമുക്കിത് ഈ രീതിയിലേക്ക് നമുക്ക് ആ ഗ്രാഫ് കിട്ടാം. പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടാം. ദാറ്റ് ഈസ് ഇവിടെ 0, ഇത് വൈ, എക്സ് ആക്സിസാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ ഇത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള കർവ്. അപ്പോൾ ഇതിൻ്റെ കർവ് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 ഈ ഒരു ലൈന് 4 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 പോയിന്റ് ആയിരിക്കും എന്തുണ്ടാവുക, ഇതിൻ്റെ റൂട്ട് ഉണ്ടാവുക. ഈ റൂട്ട് എന്ന് പറയുന്നത് റിയൽ റൂട്ടായിരിക്കും. നമുക്കിവിടെ എന്ത് ചെയ്യുക, കിട്ടും റിയൽ റൂട്ട്. അതായത് ഇമാജിനറി വാല്യൂ ഇവിടെ എന്തുണ്ടാവില്ല, ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ 4 ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട്. 4 ഇൻ്റർസെക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 4 റിയൽ റൂട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ വൈൻ്റെ വാല്യൂ നമ്മൾ ഡിഗ്രീസ് ചെയ്യാണ്. നമ്മൾ ചൂസ് ചെയ്ത വൈൻ്റെ വാല്യൂ നമ്മൾ ഡിഗ്രീസ് ചെയ്യാണ്. വൈൻ്റെ വാല്യൂ ഡിഗ്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ കെ വി 0 ഡിവൈഡ് ബൈ ഒമേഗ പി എന്നതായിരുന്നു നമ്മുടെ വൈൻ്റെ വാല്യൂ. ഇതിൻ്റെ വാല്യൂ നമ്മൾക്ക് കുറക്കണം. ഇതിൻ്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ കെൻ്റെ വാല്യൂ കുറക്കുക, അല്ലെങ്കിൽ വി സീറോയുടെ വാല്യൂ കുറക്കണം. കെൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് ലോങ് വേവ് ലെങ്ത് ആയിരിക്കും. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് കർവ് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് മാറും. വൈൻ്റെ വാല്യൂ നമ്മൾ കുറക്കുകയാണെങ്കിൽ ഓക്കെ, ഈ രീതിയിലേക്ക് നമുക്ക് കർവിൻ്റെ ഷേപ്പ് മാറും. അതായത് ഇതിൻ്റെ താഴേക്ക് വന്നത് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. അപ്പോൾ 2 പോയിന്റ് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. സോ 2 റിയൽ റൂട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇതിൻ്റെ കേസിൽ ഉണ്ടാവുള്ളൂ. ബാക്കി വരുന്ന 2 റൂട്ട് എന്നാണ്. കാരണം 4th ഓർഡർ ഇക്വേഷനാണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ള 2 എന്താണ്, ഇമാജിനറി വാല്യൂ ആയിരിക്കും. ഇമാജിനറി സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ പ്ലാസ്മ ഈസ് അൺസ്റ്റേബിൾ. ഇമാജിനറി വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ പ്ലാസ്മ ഈസ് അൺസ്റ്റേബിൾ. എപ്പോഴാണ് അൺസ്റ്റേബിൾ ആവുക,
വൈയുടെ വാല്യൂ കുറക്കുമ്പോൾ. വൈയുടെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുക. സോ ലോങ് വേവ് ലെങ്ത്തിൽ പ്ലാസ്മ ഈസ് അൺസ്റ്റേബിൾ. പ്ലാസ്മ എന്നുള്ളത് എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രോത്ത് കാണണം. ഗ്രോത്ത് കാണാൻ വേണ്ടി ഇമാജിനറി ഓഫ് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ പി നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഏകദേശം എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ഓൾ റൈസ് ടു 1/3 എന്ന് കിട്ടും. ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ പി കണ്ടിട്ട് അതിൻ്റെ ഇമാജിനറി വാല്യൂ നമ്മൾ കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ഓൾ റൈസ് ടു 1/3 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്. എത്രത്തോളമാണ് അൺസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അസ്റ്റേബിലിറ്റിയിലേക്ക് മാറുന്നത് എന്നുള്ളതിനെ കാണിക്കുന്ന ഒന്നാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ലോങ് വേവ് ലെങ്ത്തിലാണ് ഈ 2 സ്ട്രീം ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്തിലേക്ക് മാറുന്നത്? അൺസ്റ്റേബിൾ ആയിട്ട്. കാരണം ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 ഇമാജിനറി സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. സോ 2 ഇമാജിനറി സൊല്യൂഷൻ കിട്ടുന്നത് വൈയുടെ വാല്യൂ കുറക്കുമ്പോഴാണ്. വൈയുടെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുക, അല്ലെങ്കിൽ കെയുടെ വാല്യൂ കൂടുക, അല്ലെങ്കിൽ വെലോസിറ്റി കുറക്കുക. ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലാണ് എന്ത് ചെയ്യുക? പ്ലാസ്മ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? അൺസ്റ്റേബിൾ ആവുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് 2 സ്ട്രീമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഇൻസ്റ്റെബിലിറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.